പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ആടി ഉലയാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മളൊക്കെ എത്ര വിഷയത്തിനകത്ത് ആടി ഉലയുന്നല്ലേ? ബൈബിൾ പറയുന്നില്ലേ, ഈ കാറ്റടിച്ചിട്ട് ആടി ഉലയുന്ന ഞാങ്ങണ നമ്മൾ കണ്ടിട്ടില്ലേ? ചെടിയൊക്കെ ഇങ്ങനെ ആടി ഉലയുന്നത്. പത്രോസിൻ്റെ പഴയ സ്വഭാവത്തെക്കുറിച്ച് യേശു വിശേഷിപ്പിച്ചതും ആടി ഉലയുന്ന ഞാങ്ങണെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങ് അസ്വസ്ഥനായി ആടി ഉലയുക. ഒരു കപ്പൽ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ കാറ്റടിച്ച്, കൊടുങ്കാറ്റടിച്ച് വലിയ തിരമാല വരുമ്പോൾ കപ്പൽ ആടി ഉലയും. പക്ഷേ കപ്പൽ തകരാതിരിക്കാൻ ഒരു നങ്കൂരം ഇട്ട് കപ്പലിനെ ഉറപ്പിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലുണ്ടാകുന്ന ആടി ഉലച്ചിലുകൾ, വലിയ പ്രശ്നങ്ങളുടെ അകത്ത് ആടി ഉലയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം തകരാതെ നമ്മെ ഉറപ്പിക്കുന്നത് എന്താ? വചനം പറയുന്നു. റോമർക്ക് ലേഖനം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം, തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരത എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ് നമ്മെ ഉറപ്പിക്കുന്നത്. ദൈവവചനത്തെക്കുറിച്ചുള്ള ബോധ്യം, തിരിച്ചറിവാണ് ഒരു ദൈവ പൈതലിൻ്റെ ആത്മീയ ജീവിതത്തെ കരുത്തുള്ളതാക്കി മാറ്റുന്നത്, അവനെ സ്ഥിരപ്പെടുത്തുന്നത്, ആടി ഒലയാതെ ഉറപ്പിക്കുന്ന ദൈവവചനത്തിൽ നിന്നുള്ള ബോധ്യമാണ്. അതുകൊണ്ട് ദൈവവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതും ആമേൻ, അത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക, പല വിഷയത്തിനകത്ത് ആടി ഒലയുന്നവരെ ഈ പ്രഭാതത്തിൽ അതിൽ തകർന്നു പോകാതെ ഉറപ്പിക്കുന്ന ദൈവവചനത്തിൻ്റെ ബോധ്യങ്ങളാൽ ഓരോ ഉള്ളങ്ങളും ഇന്ന് പകൽക്കാലം നിറയട്ടെ. വിഷയത്തിനകത്തൊരു സ്ഥിരതയുണ്ടാകട്ടെ, ഒരു സ്വസ്ഥതയുണ്ടാകട്ടെ. സർവ്വബുദ്ധിയും കവി ദൈവ സമാധാനത്താൽ ഓരോ ഉള്ളങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറക്കരുത്, ദൈവവചനം ധ്യാനിക്കുക. ഗോഡ് ബ്ലെസ് യു.